നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ അർജന്റീനയുടെ ടീമിൽ ആരൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയാണ്. അണ്ടർ-23 ടീമാണ് ഒളിമ്പിക്സ് കളിക്കുക. പക്ഷെ 4 ഏജ് ഓവറായിട്ടുള്ള താരങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുക്കും? ലിയോ മെസ്സിയെയും ആംഗേൽ ഡി മരിയയെയും കളിപ്പിക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ ഹവിയർ മഷറാനോ പങ്കുവച്ചതാണ്. പക്ഷേ ഡി മരിയ താനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതേസമയം എമി മാർട്ടിനസ് തുറന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഒളിമ്പിക്സ് കളിക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ നേടിക്കഴിഞ്ഞു, കോപ്പ അമേരിക്ക നേടിക്കഴിഞ്ഞു, അന്താരാഷ്ട്ര തലത്തിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട കിരീടങ്ങളൊക്കെ നേടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിമ്പിക്സ് കളിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ചില വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മുണ്ടോ ആൽബിസെലസ്റ്റെ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, എമിലിയാനോ മാർട്ടീനസ് തൻ്റെ ക്ലബ്ബായ ആസ്റ്റൺ വില്ലയുമായിട്ട് നെഗോസിയേഷനിലാണ്. അദ്ദേഹത്തിന് ഒളിമ്പിക്സ് കളിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളിലാണ് അദ്ദേഹം ഉള്ളത്. ഫൈനൽ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. ഏതായാലും അതിലെന്ത് തീരുമാനം വരും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എമി മാർട്ടിനസിനെ വിടാൻ ക്ലബ്ബ് തയ്യാറായാൽ അർജന്റീനയുടെ ഒളിമ്പിക്സ് സ്ക്വാഡിലെ ആദ്യത്തെ ഓവറേജ്ഡ് പ്ലെയറായിട്ട് അദ്ദേഹം കൺഫേംഡ് ആവും. അതോടൊപ്പം മറ്റൊരു സൂപ്പർ താരം, ഇപ്പോൾ പ്രീമിയർ ലീഗിൽ തന്നെ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സൂപ്പർ താരം ഒളിമ്പിക്സ് കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, എൻസോ ഫെർണാണ്ടസ് ആണ്. എൻസോ ഫെർണാണ്ടസ് അതിനുവേണ്ടി ചെൽസി അധികൃതരുമായിട്ട് ചർച്ചയിലാണ് എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത് മുണ്ടോ ആൽബിസെലസ്റ്റെയാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദ്ധരിച്ചിരിക്കുന്നത് ഫെർണാണ്ടോ ജൈസിനെയാണ്. അതിലും പറയുന്നത്, താരം ഇതുമായി ബന്ധപ്പെട്ട് ക്ലബിൻ്റെ അധികൃതരോട് ചർച്ച നടത്തുന്നു. അദ്ദേഹത്തിന് അനുമതി ലഭിക്കുകയാണെങ്കിലുള്ള പ്രത്യേകത, അണ്ടർ-23 കാറ്റഗറിയിൽ തന്നെ വരുന്ന താരമാണ് എൻസോ ഫെർണാണ്ടസ് എന്നുള്ളതുകൊണ്ട് ഓവറേജ് സ്പോട്ട് അങ്ങനെ നഷ്ടമാവുകയുമില്ല. അദ്ദേഹത്തെ കളിപ്പിച്ച വീണ്ടും മറ്റ് സീനിയർ താരത്തെ കളിപ്പിക്കാം. കാരണം അദ്ദേഹം അണ്ടർ-23 കാറ്റഗറിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രായം വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്റ്റാറുകളൊക്കെ ഒളിമ്പിക്സിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒളിമ്പിക്സിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്താനും സാധിക്കില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തടസ്സം ഇതിലുള്ളത്, ഇത്തവണ കോപ്പ അമേരിക്കയുണ്ട്. കോപ്പ അമേരിക്ക ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ പാരീസിൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ കോപ്പ അമേരിക്കയ്ക്ക് താരങ്ങൾ അനുവദിച്ചു. പിന്നെ ഒളിമ്പിക്സിനും കൂടി താരങ്ങളെ ക്ലബ്ബുകൾ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പുതിയ സീസണിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും ആ ഒരു സമയത്ത് ക്ലബ്ബുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ അനുവദിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.